സുഹൃത്തുക്കളെ, RRB അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ റെയിൽവേയിലെ അതും കേന്ദ്ര സർക്കാരിന്റെ ഒരു മികച്ച ജോലിയിലേക്ക് നിങ്ങൾക്ക് പഠിച്ചു തുടങ്ങാം. I+ന്റെ കോഴ്സ് RRB ALPക്ക് വേണ്ടിയിട്ട് CBT 1 വേണ്ടിയിട്ടും CBT 2 പാർട്ട് എക്ക് വേണ്ടിയിട്ടും I+ന്റെ കോഴ്സ് അവൈലബിൾ ആണ്. നിങ്ങൾക്കിപ്പോൾ I+ന്റെ കോഴ്സിൽ വളരെ ചെറിയ ഫീസിൽ നിങ്ങൾക്ക് എൻറോൾ ചെയ്യാം. അപ്പോൾ നമ്മുടെ ഈ നോട്ടിഫിക്കേഷനെ കുറിച്ചും എന്താണ് വിദ്യാഭ്യാസ യോഗ്യത തുടങ്ങിയ കാര്യങ്ങളുമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്നത് പോലെ ഏപ്രിൽ 12 മുതൽ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ RRB ALPയുടെ ആപ്ലിക്കേഷൻ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വിവിധ RRBകളിൽ വേണം നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുക്കാൻ. ഇപ്പം നമ്മളെ സംബന്ധിച്ച് തിരുവനന്തപുരത്താണ് കേരളത്തിലെ RRB ഉള്ളത്. അടുത്ത് പിന്നെ ചെന്നൈ ഉണ്ട്, ബാംഗ്ലൂർ ഉണ്ട്. അപ്പോൾ അവിടെ ഏതെങ്കിലും ഒരു RRBയിലേക്ക് വേണം നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുക്കാൻ. ഈ പറഞ്ഞതുപോലെ വേക്കൻസികളൊക്കെ നോക്കി വിശദമായിട്ട് ഇതിന്റെ നോട്ടിഫിക്കേഷൻ എല്ലാ RRBകളുടെ വെബ്സൈറ്റിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ നോട്ടിഫിക്കേഷൻ എടുത്ത് വായിച്ച് നോക്കി, വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നോട്ടിഫിക്കേഷൻ വായിച്ച് നോക്കിയ ശേഷം വേക്കൻസികളൊക്കെ നോക്കി നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടതാണ് RRBകളിലേക്ക്. 11/5 വരെ, അതായത് മെയ് 11 വരെ നിങ്ങൾക്ക് ഇതിന് അപ്ലൈ ചെയ്യാം. അതുവരെ വെയിറ്റ് ചെയ്യരുത്. ആ സമയത്തേക്കൊക്കെ സൈറ്റ് സ്റ്റക്ക് ആവാൻ സാധ്യതയുണ്ട്. നേരത്തെ തന്നെ അപ്ലൈ ചെയ്യുക. 13-ാം തീയതി വരെ നിങ്ങൾക്ക് ഫീസ് അടയ്ക്കാം എന്നുള്ളത്. ജനറൽ കാറ്റഗറിയിൽ 500 രൂപ ഫീസ് ഉണ്ട്, ആപ്ലിക്കേഷൻ ഫീ ഉണ്ട് എന്നുള്ള കാര്യം കൂടെ അറിഞ്ഞിരിക്കുക. ഓക്കെ, ഇനി ഡേറ്റ് ഓഫ് ബർത്ത് എത്ര വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം? 30 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. 18 മുതൽ 30 വയസ്സ് വരെയുള്ളവർക്ക്. ഇവിടെ ഏജ് ലിമിറ്റ് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അൺറിസർവ്ഡ് ജനറൽ കാറ്റഗറിക്കും അതുപോലെ തന്നെ OBC, ക്രീമി ലെയർ, അതുപോലെ EWS ഇത്രയും ആളുകൾക്ക് 2/7/1995 ആ ഡേറ്റ് ഇൻക്ലൂഡഡ് ആണ്. 2/7/1995 ശേഷം ജനിച്ചവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക. അതുപോലെ OBC NCL ആണെങ്കിൽ 2/7/1992, അതായത് ജൂലൈ 2, 1992 അതിനുശേഷം ജനിച്ചവർക്ക് ആ ഡേറ്റ് ഇൻക്ലൂഡഡ് ആണ്. SC ST ആണെങ്കിൽ 1990 ജൂലൈ 2-ാം തീയതി അതിനുശേഷം ജനിച്ചവർക്ക് അപ്ലൈ ചെയ്യാം. എന്താണെങ്കിലും ഏറ്റവും ലോവർ ലിമിറ്റ് എന്ന് പറയുന്നത് 1/7/2007 ജൂലൈ 1 മുൻപ് ജനിച്ചവരായിരിക്കണം എന്നുള്ള കാര്യം കൂടെ പറയുന്നുണ്ട്. ഏജ് റിലാക്സേഷൻ ഒക്കെ അവിടെ പറയുന്നുണ്ട്. അപ്പോൾ ഏതൊക്കെ ഘട്ടങ്ങളാണ് ഈ പരീക്ഷയ്ക്ക് ഉള്ളത് എന്നതുമായി ബന്ധപ്പെട്ട് നമ്മൾ വീഡിയോകളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടെ പറയാം. CBT 1 ഉണ്ട്. CBT 1 കോമൺ ആണ്. എല്ലാവർക്കും ഒരേ സിലബസ് തന്നെ, ഏത് ട്രേഡ് പഠിച്ച ആളുകൾക്കും ഒരേ സിലബസ് തന്നെയാണ് കോമൺ. CBT 1 പാസ്സായാൽ അത് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ്. CBT 2 നിങ്ങളെത്തും. CBT 1 പാസ്സാവുന്ന ഒരു മിനിമം കട്ട് ഓഫ് കിടക്കുന്ന ആളുകൾക്ക് CBT 2 എത്താം. CBT 2 2 പാർട്ടുണ്ട്. പാർട്ട് A ഉണ്ട്, പാർട്ട് B ഉണ്ട്. പാർട്ട് എ കോമൺ ആണ്, എല്ലാ കാൻഡിഡേറ്റ്സിനും കോമൺ ആണ്. പാർട്ട് B എന്ന് പറയുന്നതാണ് നിങ്ങളുടെ ട്രേഡ്. നിങ്ങളിപ്പോൾ ITI പഠിച്ച ആളാണെങ്കിൽ ഫിറ്ററോ ടേണറോ മെഷീനിസ്റ്റോ ഒക്കെ പഠിച്ച ആളാണെങ്കിൽ നിങ്ങളുടെ ട്രേഡ് എന്താണോ അതനുസരിച്ചുള്ള ചോദ്യങ്ങൾ വരും. ഇനി നിങ്ങൾ BTech അല്ലെങ്കിൽ ഡിപ്ലോമയുള്ള ആളുകളാണ്, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സർക്കൊക്കെ അപ്ലൈ ചെയ്യാം. അപ്പോൾ അങ്ങനെയുള്ള ആളാണെങ്കിൽ നിങ്ങൾ ചൂസ് ചെയ്യുന്ന ട്രേഡിനനുസരിച്ചുള്ള ചോദ്യങ്ങളായിരിക്കും പാർട്ട് ബിയിൽ കിട്ടുക. അതിനുശേഷം അത് പാസ്സാവുന്നവർ കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഉണ്ട്. അതിനുശേഷം ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ, പിന്നീട് മെഡിക്കൽ എക്സാമിനേഷൻ. ഇത്രയും സ്റ്റേജുകൾ കഴിഞ്ഞ ശേഷമാണ് അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് ആവുക. ഇനി ക്വാളിഫിക്കേഷൻ, ഒരുപാട് പേരുടെ സംശയമാണ്. ഏറ്റവും ബേസിക് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് SSLC 10ാം ക്ലാസ് പാസ്സാണോ, അതിനുശേഷം ITI കൂടെ ഉണ്ടായിരിക്കണം. ITI ഏതൊക്കെ ട്രേഡിലാണ്? കുറെ ട്രേഡുകൾ പറയുന്നുണ്ട്. നിങ്ങൾ ഈ പറഞ്ഞതുപോലെ നോട്ടിഫിക്കേഷൻ വായിച്ച് നോക്കി അപ്ലൈ ചെയ്യുക. NCVT സർട്ടിഫിക്കറ്റ് ആണെങ്കിലും SCVT സർട്ടിഫിക്കറ്റ് ആണെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഫിറ്റർ, ഇലക്ട്രീഷ്യൻ, ഇൻസ്ട്രുമെന്റ് മെക്കാനിക്, മിൽറൈറ്റ്, മെയിൻ്റെനൻസ് മെക്കാനിക്, റേഡിയോ ആൻഡ് TV, ഇലക്ട്രോണിക്സ് മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ, വയർമാൻ, ട്രാക്ടർ മെക്കാനിക്, ആർമേച്ചർ ആൻഡ് കോയിൽ വൈൻഡർ മെക്കാനിക്, ഡീസൽ, ഹീറ്റ് എഞ്ചിൻ, ടേണർ, മെഷീനിസ്റ്റ്, റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ് മെക്കാനിക്. ഇത്രയും ട്രേഡുകൾ പഠിച്ച ആളുകൾക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക. ഇനി അതല്ല, ഇതിൽ നിങ്ങൾക്ക് ഈ അപ്രന്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഇനി അതല്ല, 10ാം ക്ലാസ് 3 വർഷ ഡിപ്ലോമ ഏത് ട്രേഡിൽ? മെക്കാനിക്കലില്, ഇലക്ട്രിക്കലില്, ഇലക്ട്രോണിക്സില്, ഓട്ടോമൊബൈലിൽ, ഈ 4 ട്രേഡുകളിൽ ഒന്നിലുള്ള ഡിപ്ലോമ അല്ലെങ്കിൽ BTech ഇതുള്ള ആളുകൾക്ക് അപ്ലൈ ചെയ്യാം. ഏതൊക്കെ ട്രേഡാണ്? മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, ഓട്ടോമൊബൈൽ. ഇത്രയും പേർക്ക് അപ്ലൈ ചെയ്യാം. നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. കൃത്യമായിട്ട് പഠിക്കുക. I+ ഈ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഏറ്റവും ഇന്റൻസീവ് ആയിട്ടുള്ള കോച്ചിങ് ഒരുക്കിയിട്ടുണ്ട്. ഉടനെ തന്നെ അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്ത ശേഷം നമ്മുടെ കോഴ്സിൽ എൻറോൾ ചെയ്യുക. വളരെ ചെറിയ ഫീസിൽ നിങ്ങൾക്ക് കോഴ്സിൽ ജോയിൻ ചെയ്യാൻ സാധിക്കും. വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഗൂഗിൾ ഫോം ഉണ്ട്. ആ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് അവിടെ നമ്പർ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പിൽ മെസ്സേജ് അയക്കുകയോ വിളിക്കുകയോ ഒക്കെ ചെയ്യുക. എന്താണെങ്കിലും കേന്ദ്ര സർക്കാരിൽ, റെയിൽവേയിൽ ഒരു മികച്ച ജോലി നേടാനായിട്ട് ഈ പോസ്റ്റ് നിങ്ങളെ സഹായിക്കും. ഒരുപാട് വേക്കൻസികൾ, 10,000-ഓളം വേക്കൻസികളാണ് ഇത്തവണ ഉള്ളത്. അത് ഒരുപാട് കൂടാൻ സാധ്യതയുണ്ട്. കഴിഞ്ഞ തവണ കൂടിയിട്ടുണ്ട്. ഇത്തവണ ഇത് 20,000 ഒക്കെ ആകും എന്ന് കേൾക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ചാൻസ് മിസ്സാക്കരുത്. 30 വയസ്സ് വരെ മാത്രമേ നമുക്ക് ഇത് അപ്ലൈ ചെയ്യാനും പറ്റുള്ളൂ എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പോൾ നന്നായിട്ട് പഠിക്കുക, കേന്ദ്ര സർക്കാർ ജോലി നേടുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.